സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിക്ക് ആഘാതമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. സമസ്തയിലെ ഒരു വിഭാഗം ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും റെക്കോർഡ് ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. ഇതോടെ ലീഗിനെതിരെയുള്ള നിലപാടുകൾ മയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ലീഗ് വിരുദ്ധർ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഇപ്പോൾ പറയുന്നത് ഈ സമസ്ത LDFന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മാത്രമാണ് ആഹ്വാനം ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും നമ്മളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗ് വലിയ രീതിയിൽ വിജയം കൈവരിച്ച ഒരു സാഹചര്യത്തിൽ ഈ ലീഗ് സമസ്ത ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകൾ കളമൊരുങ്ങുന്നു എന്നുള്ള സൂചനകളാണല്ലോ കിട്ടുന്നത്. എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതോടുകൂടി തന്നെ ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗും തമ്മിൽ ആ തരത്തിലൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാവ് ജിഫ്രി മുക്തുകോയ തങ്ങൾ ആ തരത്തിലൊരു ആഹ്വാനമായി, ഒരു സമാധാന ആഹ്വാനമായി, ഒരു ഐക്യ സന്ദേശവുമായി രംഗത്തെത്തിയിരുന്നു. ഈ സമുദായാംഗങ്ങൾ തമ്മിൽ ആ തരത്തിലുള്ള അനൈക്യം ഉണ്ടാവരുത്, എല്ലാ അംഗങ്ങളും ഐക്യത്തോടു കൂടി തന്നെ മുന്നേറണം, അതാണ് സമുദായത്തിന്റെ ഏറ്റവും നല്ല ഭാവിക്ക് മികച്ച രീതി എന്നുള്ള ഒരു ആശ്വാസ സന്ദേശവുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശവുമായി ഇന്നലെ ജിഫ്രി മുക്തുകോയ തങ്ങൾ എന്തായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു. എന്തായാലും നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം മലബാർ സാക്ഷ്യം വഹിച്ചത് ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധരും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ മലബാർ മേഖലകളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം തന്നെയാണുള്ളത്. ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധരെ അടർത്തിക്കൊണ്ട് ആ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷം തുടക്കം മുതൽ തന്നെ എടുത്തിരുന്നു. ആ തന്ത്രം പക്ഷേ പാളിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഇലക്ഷൻ റിസൾട്ടുകൾ വരുമ്പോൾ മനസ്സിലാവും. നമുക്കറിയാം, ഈ സുപ്രഭാതത്തിനടക്കം ഇടതുപക്ഷത്തിന്റെ പരസ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലീഗ് പരസ്യമായി തന്നെ അത്തരത്തിലുള്ള അതൃപ്തികൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ സമസ്തയിൽ തന്നെ മുഷാവറ അംഗമായ ഉമർ മുക്കം ഫൈസ് തന്നെയായിരുന്നു ഇത്തരത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിക്ക് മുന്നിൽ നിന്ന് നയിച്ചിരുന്നത്. ആ തരത്തിൽ പരസ്യമായി ലീഗ് വിരുദ്ധ പ്രസ്താവനകളടക്കം നടത്തുന്ന ഒരു സാഹചര്യം പല സമസ്ത നേതാക്കളും ഉണ്ടായിരുന്നു. സുപ്രഭാതം കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയെത്തുകയും ഒരു തരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇത് അടങ്ങിയിരുന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിന്റെ ഉയർന്ന നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതത്തിന്റെ എല്ലാം ഈ ഒരു സമീപനം തങ്ങളെ കാര്യമായി തന്നെ വേദനിപ്പിച്ചു എന്ന് പരസ്യമായി തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത് മാത്രമല്ല, ഈ സമസ്ത മാനേജ്മെന്റിന്, അതായത് ഈ സുപ്രഭാതത്തിന്റെ മാനേജ്മെന്റിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ സമസ്തയുടെ ദുബായ് എഡിഷനിൽ ഈ ലീഗ് നേതാക്കൾ ക്ഷണം ഉണ്ടായിരുന്നിട്ട് പോലും പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ആ തലത്തിൽ ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് തീർച്ചയായും സമസ്തയുടെ നിലപാടുകൾ അല്ലെങ്കിൽ സമസ്തയുടെ രീതികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനേറ്റ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ഈ മലപ്പുറം, പൊന്നാനി സീറ്റുകളിൽ പ്രത്യേകിച്ച് ഈ ഇത്തരത്തിൽ സമസ്തയുടെ വോട്ടുകൾ ഭിന്നിക്കുകയും അത് ഇടതുപക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യും, പെട്ടിയിലേക്ക് വീഴുകയും ചെയ്യുന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് ഇടതുപക്ഷവും പൊതുവെ സമൂഹം ആ തരത്തിൽ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ പൊന്നാനിയിലെ കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ലീഗിലെ തന്നെ നേരത്തെ ലീഗിൽ നിന്ന് രാജിവെച്ചെത്തിയ ആളാണ് VK ഹംസ. അദ്ദേഹമാണ് പൊന്നാനിയിൽ മത്സരിച്ചത്. വോട്ട് കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് പോലും തങ്ങളുടെ പെട്ടിയിലാക്കാൻ VK ഹംസയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് സമസ്തയുടെ ഇത്തരത്തിലുള്ള ലീഗ് വിരുദ്ധ ചേരിക്കേറ്റ കനത്ത ആഘാതമായി തന്നെയാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, മലപ്പുറത്ത് ഏകദേശം 3 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്നത്. ഈ കോഴിക്കോട് മാതലത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ കണ്ണൂരാവട്ടെ പാലക്കാട് അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ സംസ്ഥയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ട്. അപ്പോൾ കോഴിക്കോട് ലോക്സഭ മണ്ഡലത്തിൽ വീണ്ടും MK രാഘവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോട് കൂടി തന്നെ ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഈ റിസൾട്ട് എതിരായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിന് അല്ലെങ്കിൽ ഒരു സമവായത്തിന് തയ്യാറെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഈ ഉമർ മുക്കം ഫൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞ അത്തരത്തിൽ രാഷ്ട്രീയം സംസ്ഥയ്ക്ക് പറ്റിയ ഒരു ഏർപ്പാടല്ല എന്ന് കാര്യമായി പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ജിഫ്രി മുക്തുകോയ തങ്ങളുടെ അത്തരത്തിൽ ഈ സമുദായ അംഗങ്ങൾക്കിടയിലുള്ള ഈ ഒരു ആഹ്വാനം അല്ലെങ്കിൽ സമവായത്തിലുള്ള ഒരു ആഹ്വാനവും ആ തലത്തിൽ നമ്മൾ വേണം കരുതാൻ. എന്തായാലും ഈ ഇടതുപക്ഷത്തിന് ഇത്തരത്തിൽ ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിനേറ്റ കനത്ത തിരിച്ചടിയായി തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ലക്ഷ്മി.